ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും JSK എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി മുൻപോട്ടിടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ വരികയും നിങ്ങൾക്കത് നോക്കി പഠിക്കാൻ സാധിക്കുകയും ചെയ്യും. സംഖ്യകളെ പിരിച്ചെഴുതി, അതായത് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പ്ലസ് ചെയ്തും പഠിച്ചു, മൈനസ് ചെയ്തും പഠിച്ചു. അതായത് 203 ഇൻറ്റു 302 ഇതിനെ നമ്മൾ ആദ്യം പഠിച്ചു. 200 + 3 ഇൻറ്റു 300 + 2 ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചു 197. ഇങ്ങനെ വലിയ വലിയ സംഖ്യകൾ വരുമ്പോൾ 197 ഇൻറ്റു 298 വന്നാൽ 200 - 3 ഇൻറ്റു 300 - 2 ഇത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് രണ്ടും കൂടെ മിക്സ് ആക്കി വന്നാലോ, അതായത് ഇതിൻ്റെ അകത്തെ ഒരു സംഖ്യയും ഇതിൻ്റെ അകത്തെ ഒരു സംഖ്യയും കൂടെ വന്നാൽ എങ്ങനെ ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം. 302 ഇൻറ്റു 298 ഇങ്ങനെ വന്നാൽ എങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 302നെ നമുക്ക് എഴുതാം 300 + 2, അതല്ലേ എളുപ്പം. ഇൻറ്റു 298നെ നമ്മൾ എങ്ങനെ എഴുതും? 300 - 2, അതായത് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും പ്ലസ് മൈനസും കൂടെ വന്നാൽ എങ്ങനെ ചെയ്യുമെന്നാണ് നമ്മൾ ഇനിയും പഠിക്കുന്നത്. നമുക്ക് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ ബ്രാക്കറ്റിലെ ആദ്യത്തെ ബ്രാക്കറ്റിലെ രണ്ട് സംഖ്യകളും രണ്ടാമത്തെ ബ്രാക്കറ്റിലെ രണ്ട് സംഖ്യകളുമായിട്ട് ഇൻറ്റു ചെയ്തിരിക്കണം. അല്ലാതെ ഇതുമായിട്ട് ഇൻറ്റു ചെയ്തിട്ട് അങ്ങ് പോരരുത്. ഇത് രണ്ടുമായിട്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് ആൽജബ്രിക് ഫോമിൽ എഴുതിയാൽ x + y ഇൻറ്റു u - v ഇങ്ങനെ എഴുതിയാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? x ഇൻറ്റു u xu, x ഇൻറ്റു -v -xv, പ്ലസ് u ഇൻറ്റു u പ്ലസ് yu പ്ലസ് y ഇൻറ്റു u പ്ലസ് yu പ്ലസ് y ഇൻറ്റു -v -yv. അപ്പം മുമ്പിൽ നമ്മൾ നേരത്തെ പഠിച്ചതിനകത്ത് മൊത്തം പോസിറ്റീവ് ഉള്ളതുകൊണ്ട് അല്ലേ, ഇതിൻ്റെ അകത്ത് രണ്ട് നെഗറ്റീവും രണ്ട് പോസിറ്റീവും അല്ലേ. നോക്കിയേ, ഇതാണ് ഇതിൻ്റെ ആൽജബ്രിക് ഫോമിൽ നമ്മൾ കൊണ്ടുവന്നത്. ഇനി വേറൊരു കണക്ക് നോക്കാം. 305 ഇൻറ്റു 295. ഓക്കെ, ഇതിനെ നമുക്ക് 300 + 5ഉം 300 - 5 ഒന്നും എഴുതാം. അപ്പം x രണ്ടും സെയിം ആണ്, y രണ്ടും സെയിം ആണ്. അപ്പം നമുക്കിങ്ങനെ എഴുതാം x + y ഇൻറ്റു x - y. ഇങ്ങനെ എഴുതുമ്പം നമ്മൾ നോക്കണം x + y ഇൻറ്റു x - y. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പം x ഇൻറ്റു x² x ഇൻറ്റു -y -xy പ്ലസ് y ഇൻറ്റു x പ്ലസ് yx y ഇൻറ്റു -y -y². x + y ഇൻറ്റു x - y ആണ് നമ്മൾ ഈ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. -xyയും പ്ലസ് yxും കൂടെ വെട്ടിപ്പോകും. xy ആയാലും yx ആയാലും സെയിം തന്നെയാണ്. മൈനസും പ്ലസും വന്നതുകൊണ്ടാണ് രണ്ടും വെട്ടിപ്പോയി 0 ആവുന്നത്. പിന്നെ ബാക്കിയുള്ളത് x² - y². അപ്പം നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ x + y ഇതങ്ങ് ബൈഹാർട്ട് ചെയ്ത് വെച്ചോണം. x + y ഇൻറ്റു x - y എന്ന് പറയുന്നത് x² - y² ആണ്. x + y ഇൻറ്റു x - y എന്ന് പറയുന്നത് x² - y². ഇത് തിരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെയും ചോദിക്കാം, x + y ഇൻറ്റു x - y വെച്ചും കണക്ക് ചോദിക്കാം, x² - y² വെച്ച് കണക്ക് ചോദിക്കാം. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾ പഠിച്ചു വെച്ചോണം, ഇത് ബൈഹാർട്ട് ചെയ്തോണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഉദാഹരണത്തിന് നമുക്ക് 168² - 162². ഓക്കെ, ഇതെങ്ങനെ ചെയ്യും? ഇത് ഈ ഒരു ഫോർമാറ്റിലാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം. x + y ഇൻറ്റു x - y. x ഇവിടെ 168 പ്ലസ് 162 ഇൻറ്റു x - y 168 മൈനസ് 162. അപ്പം ഈസി അല്ലേ? നമുക്കിത് ഇങ്ങനെ 168 ഇൻറ്റു 168 വെച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 330 ഇൻറ്റു 6 എന്ന് വരും.
അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 1980 ആണ്. നോക്കി എന്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. 16 നമ്മളിങ്ങനെ അല്ലാതെ ചെയ്യുവാണെങ്കിൽ 168 × 168 ഇങ്ങനെ താഴെ ചെയ്യേണ്ടി വരും. പക്ഷേങ്കിൽ ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇക്വേഷൻസ് പഠിക്കുന്നത്. x² - y² x + y × x - y. x² ഇത് x ആയിട്ട് എടുത്തു, ഇത് y ആയിട്ട് എടുത്തു. x + y × x - y. 168 + 162 എന്ന് പറഞ്ഞാൽ 330. 168ൽ നിന്ന് 162 കുറച്ചാൽ 6 കിട്ടും. അപ്പോൾ 330 × 6 എന്ന് പറഞ്ഞാൽ 1980. ഈസി അല്ലേ? ചില എണ്ണൽ സംഖ്യകളെ, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ചില നാച്ചുറൽ നമ്പേഴ്സിന്റെ പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർസ്, അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 45 എടുത്താൽ 45ന്റെ 2 പൂർണ്ണവർഗ്ഗങ്ങൾ, അതായത് ഞാൻ ഒരു ഉദാഹരണം പറയാം. 2² അല്ലെങ്കിൽ 3² - 2². ഇത് രണ്ടും പെർഫെക്റ്റ് സ്ക്വയർസാണ് അല്ലേ, പൂർണ്ണവർഗ്ഗങ്ങളാണ്. 3² എന്ന് പറഞ്ഞാൽ 9, 2² എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, 9 - 4 എന്ന് പറഞ്ഞാൽ 5 വരും. ഇപ്പം 5ന്റെ പൂർണ്ണവർഗ്ഗങ്ങളുടെ വ്യത്യാസമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇത് ഇങ്ങനെ കണ്ടുപിടിച്ചത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 45ന്റെ എക്സും വൈയും സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ ഇക്വേഷനിൽ പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എന്തോ കണ്ടുപിടിക്കേണ്ടത് 2 പൂർണ്ണവർഗ്ഗങ്ങളുടെ വ്യത്യാസം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇത്. അപ്പം x + y × x - y എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതിനെ. അപ്പം അത് തന്നെയാണ് 45 എന്ന് പറയുന്നത്. ഈ 45ന്റെ 2 സംഖ്യകളുടെ തുകയും 2 സംഖ്യകളുടെ വ്യത്യാസവും തമ്മിൽ ഇൻറ്റു ചെയ്യുന്നതാണ് 45. അത് തന്നെയാണ് x² - y². മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ ഫാക്ടേഴ്സ്, 45ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. 45ന്റെ ഫാക്ടേഴ്സ് ഞാൻ 45 × 1 = 45. പിന്നെ 15 × 3 = 45. പിന്നെ 9 × 5 = 45. ഇങ്ങനെ 3 ഫാക്ടേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ 2 സംഖ്യകൾ അല്ലേ, ഇത് 2 സംഖ്യകളുടെ ഇതിൻ്റെ ഫാക്ടേഴ്സാണ്. ഇത് 2 സംഖ്യകൾ ഇതിൻ്റെ ഫാക്ടേഴ്സാണ്. 9ഉം 5ഉം ഇതിൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 45 കിട്ടണം. x + y = 45. x - y = 1 അല്ലേ. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 45ഉം ഇത് രണ്ടും കൂടെ കുറച്ചാൽ 1ഉം വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്വയർ ആണ് കണ്ടുപിടിക്കുന്നത്. 3² - 2². 3² എന്ന് പറഞ്ഞാൽ 3 × 3, 2² എന്ന് പറഞ്ഞാൽ 2 × 2. നമ്മൾ ഇക്വേഷൻസ് എന്ന 2ാം പാഠത്തിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുന്നത്. ഇതിൽ നിന്ന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ വൈ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ 2 ഇക്വേഷനും കൂടെ നമ്മൾ കൂട്ടും അല്ലേ. കൂട്ടി കഴിയുമ്പോഴത്തേക്ക് എക്സും എക്സും കൂടെ 2x ആവും, y രണ്ടും കൂടെ വെട്ടിപ്പോവും, 45ഉം 1ഉം കൂടെ 46 ആവും. എക്സ് എന്ന് പറയുന്നത് 46/2. ഈ 2 ഇപ്പുറത്തോട്ട് പോകും. 46/2 എന്ന് പറഞ്ഞാൽ 23. അപ്പം എക്സ് കിട്ടി 23 അല്ലേ. എക്സ് + y = 45. ഓർമ്മയുണ്ടല്ലോ ആ പാഠം ഇക്വേഷൻസ്. എക്സ് 23 കിട്ടിയാൽ 23 + y = 45 ആണ്. y = 45. ഇത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും 23. y = 45ൽ നിന്ന് 23 പോയി കഴിഞ്ഞാൽ 5ൽ നിന്ന് 3 പോയാൽ 2, 4ൽ നിന്ന് 2 പോയാൽ 2. അപ്പം എക്സും കിട്ടി വൈയും കിട്ടി, 23ഉം 22ഉം. അപ്പം നോക്കാം നമുക്ക്. 23ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 529. 22ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 484. അപ്പം 529ൽ നിന്ന് 484 പോയി കഴിഞ്ഞാൽ എത്ര വരും? 9 × 4 പോയാൽ 5, 12ൽ നിന്ന് 8 പോയാൽ 4, 4ൽ 4 പോയാൽ 0. അപ്പം നമുക്ക് കിട്ടി 45 എന്ന്. അപ്പോൾ ഒന്ന് നോക്കിയേ, 23 + 22 എന്ന് പറയുന്നത് എത്രയാണ്? 45 അല്ലേ. നമ്മുടെ ആദ്യത്തെ ഫാക്ടർ കിട്ടി. 23ൽ നിന്ന് 22 പോയി കഴിഞ്ഞാൽ 1, നമുക്ക് അടുത്ത ഫാക്ടർ കിട്ടി. അപ്പോൾ ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. അതെന്തുവാന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കും. ഇപ്പം നമുക്ക് രണ്ടാമത്തെ ഫാക്ടേഴ്സ് എടുക്കാം. 45 = 15 × 3. ഈ ഒരു ചെയ്തേക്കുന്ന കാര്യത്തിനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടിയാൽ 15ഉം കുറച്ചാൽ 3ഉം കിട്ടണം.
അപ്പം സ്ക്വയർ ആണ്. അപ്പം സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് നമ്മൾ ബൈ 2 ഇടുന്നത്. അപ്പം 15 പ്ലസ് 3 ബൈ 2. 15 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 18. 18 ബൈ 2 എന്ന് പറഞ്ഞാൽ 9. അടുത്തത് 15 മൈനസ് 3 ബൈ 2. സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് ഈസിക്കൽ ടു 12 ബൈ 2. 12 ബൈ 2 എന്ന് പറഞ്ഞാൽ 6. അപ്പം 9 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 15 കിട്ടും. 9ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ 3യും വരും. അപ്പം നമുക്ക് നോക്കാം 45ൻ്റെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണോ ഇതെന്ന് നോക്കാം. 9 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 മൈനസ് 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36. 81ൽ നിന്ന് 36 പോയി കഴിഞ്ഞാൽ 45 വരും. എളുപ്പമല്ലേ? അടുത്ത ഫാക്ടേഴ്സ് നമുക്ക് ഈ 2 ഫാക്ടർ കിട്ടി. ഇനി അടുത്ത ഫാക്ടർ 9 ഇൻറ്റു 5 ആണ്. 9 ഇൻറ്റു 5 ഈസിക്കൽ ടു 45. ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2 സംഖ്യയും കൂടെ കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യണം. 9 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2. 9 പ്ലസ് 5 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 14 ബൈ 2 ഈസിക്കൽ ടു 7. അടുത്തത് 9 മൈനസ് 5 ഡിവൈഡ് ബൈ 2, അതായത് 4 ബൈ 2 എന്ന് പറഞ്ഞാൽ 2 തന്നെ. അപ്പം 7ഉം 2ഉം കിട്ടി. 7 സ്ക്വയർ അതായത് 45 ഈസിക്കൽ ടു 7 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 മൈനസ് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. 49 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 45. ഇതിപ്പോൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. നമുക്കിനി ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് നല്ലതായിട്ട് എക്സ്പേർട്ട് ആവാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ ഒരു 2-3 പ്രാവശ്യം ചെയ്ത് പഠിക്കണം. എന്നാലേ നമുക്കത് നല്ലതുപോലെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തിയാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ 83ാമത്തെ പേജിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ പഠിച്ച അത്രയും കാര്യങ്ങൾ വെച്ചാണ്, ആ ഇക്വേഷനൊക്കെ വെച്ചാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ആദ്യം ഈ വീഡിയോസ് ഞാൻ ചെയ്യുമ്പം അത് ശ്രദ്ധാപൂർവം കാണുക. അതിനുശേഷം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ A68 സ്ക്വയർ മൈനസ് 32 സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലേ? ഈ ഒരു ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ. അപ്പം എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഈ ഇക്വേഷൻ നിങ്ങൾ എല്ലാ ആൻസറിൻ്റെയും താഴെ എഴുതണം. നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങൾ ഇത് എഴുതിയിരിക്കണം. അപ്പം എക്സിൻ്റെ സ്ഥാനത്ത് 68ഉം വൈയുടെ സ്ഥാനത്ത് 32ഉം. 68 പ്ലസ് 32 ഇൻറ്റു 68 മൈനസ് 32. 68 പ്ലസ് 32 എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു 68 മൈനസ് 32 എന്ന് പറഞ്ഞാൽ 36. അപ്പം 3600 ആണ് ഇതിൻ്റെ ആൻസർ. ബി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3.5 ദ ഹോൾ സ്ക്വയർ മൈനസ് 2.5 ദ ഹോൾ സ്ക്വയർ. ഇതും എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിൻ്റെ ഫോർമാറ്റിലാണ്. എക്സിൻ്റെ സ്ഥാനത്ത് 3.5ഉം വൈയുടെ സ്ഥാനത്ത് 2.5ഉം. അപ്പോൾ നമുക്ക് നോക്കാം. 3.5 പ്ലസ് 2.5 ഇൻറ്റു 3.5 മൈനസ് 2.5. 3.5ഉം 2.5ഉം ഇതും കൂടെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഹാഫ് എന്ന് പറഞ്ഞാൽ അരയും കൂടെ കൂട്ടുമ്പം 1 അല്ലേ? 3ഉം 2ഉം കൂടെ കൂട്ടുമ്പം 5. 5ഉം 1ഉം 6 ഇൻറ്റു 3.5ൽ നിന്ന് 2.5 പോയി കഴിഞ്ഞാൽ അരയും വെട്ടിപ്പോവും. 3ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 1. അപ്പം 6 ഇൻറ്റു 6 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 6 തന്നെ. സി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 3.6 സ്ക്വയർ മൈനസ് 1.4 സ്ക്വയർ. നമുക്കിത് ചെയ്ത് നോക്കാം. എക്സിൻ്റെ സ്ഥാനത്ത് 3.6ഉം വൈയുടെ സ്ഥാനത്ത് 1.4ഉം. 3.6 പ്ലസ് 1.4 ഇൻറ്റു 3.6 മൈനസ് 1.4. 3.6ഉം 1.4ഉം കൂടെ കൂട്ടിയാൽ 5 വരും. 5 ഇൻറ്റു 2.2. ഓക്കെ, 5 ഇൻറ്റു 2.2 എന്ന് വരും. 5 ഇൻറ്റു 2.2 എന്ന് പറഞ്ഞാൽ 5 2 10, 5 2 10, 11. ഒരു പോയിന്റ് മാറ്റി കുത്തിട്ടു. അപ്പം 11 ആണ് ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ 3 സബ് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ തന്നെ സെക്കൻഡ് ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. A201 ഇൻറ്റു 199. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് സ്പ്ലിറ്റ് ചെയ്യണം. അതെ, കറക്റ്റ്. 200നെ 200 പ്ലസ് 1ഉം ഇൻറ്റു 199നെ എങ്ങനെയാണ് ചെയ്യുന്നത്? 200 മൈനസ് 1ഉം. ഇത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ വന്നു. അപ്പം നമ്മൾ എങ്ങനെ എക്സിൻ്റെ സ്ഥാനത്ത് എന്തോ ഇടും? ഇത് നോക്കി, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈയുടെ ഫോർമാറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്തുമായിരിക്കണം? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയിരിക്കണം. എക്സിൻ്റെ സ്ഥാനത്ത് 200ഉം വൈയുടെ സ്ഥാനത്ത് 1ഉം. അപ്പം നമ്മുടെ ആൻസർ വരും
200 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അടുത്ത ബി 2 1/3 ഇൻറ്റു 1 2/3. ഇപ്പോൾ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം. 2 + 1/3 ഇൻറ്റു ഇത് 2/3 അല്ലേ? 2/3യും എന്തോ കൂടെ കൂട്ടിയാൽ 1 ആവുമെന്ന് ചിന്തിക്കണം. അപ്പോൾ നമുക്ക് 2ൽ നിന്ന് മൈനസ് ചെയ്യേണ്ടതാ അല്ലേ? 2 മൈനസ് 1/3 കറക്റ്റ്. 1/3യും 2/3യും കൂടെ പ്ലസ് ചെയ്താൽ എന്താ വരുമെന്ന് നോക്കിയേ. 1/3 പ്ലസ് 2/3 പ്ലസ് 1/3. ഡിനോമിനേറ്റർ രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് 3 തന്നെ ഇടും. 2 1 3. 3ൽ നിന്ന് 3 ഭാഗിച്ചു കഴിഞ്ഞാൽ 1 വരും. അപ്പം ഈ 1ഉം നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കുകയാണ്. അപ്പം 2ൽ നിന്ന് 1/3 കുറച്ചാൽ നമുക്ക് എന്തോ വരും? 1 2/3 വരും. അപ്പം ഇത് മറ്റേ x + y ഇൻറ്റു x - y എന്ന ഫോർമാറ്റിലാണ്. അപ്പം എക്സിൻ്റെ സ്ഥാനത്ത് 2ഉം 2 സ്ക്വയർ മൈനസ് y എന്ന് പറയുന്ന 1/3 ദ ഹോൾ സ്ക്വയറും വരും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 10.7 ഇൻറ്റു 9.3. ഇതും അതുപോലെ തന്നെ 10 + 0.7 ഇൻറ്റു 0.7 ഇൻറ്റു 10 മൈനസ് 0.7. നോക്കിയേ 0.7 ആണ് ഇതിൽ നിന്ന് കുറച്ച് 9.3 ആക്കിയേക്കുന്നത് അല്ലേ? സിമ്പിൾ. അപ്പം എക്സിൻ്റെ സ്ഥാനത്ത് 10ഉം വൈയുടെ സ്ഥാനത്ത് 0.7ഉം ആണ്. 10 സ്ക്വയർ മൈനസ് 0.7 സ്ക്വയർ.